നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിർമ്മാണം പുരോഗമിക്കുന്ന പാളയം മാർക്കറ്റ് സന്ദർശിച്ച മേയർ വി രാജേഷ്. മുമ്പ് ഇവിടെ വിരാജിച്ചിരുന്ന സംഘത്തിന്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിന്റെ ഭരണമെന്നും അനധികൃത പണപ്പിരിവ് കോർപ്പറേഷൻ അവസാനിപ്പിച്ചുവെന്നും വി രാജേഷ് പറഞ്ഞു. നഗരസഭാ കൗൺസിലർ അംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം മാർക്കറ്റിൽ എത്തിയത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിനുള്ളിൽ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കച്ചവടക്കാരോട് മേയർ ചോദിച്ചറിഞ്ഞു. മാർക്കറ്റിലെ അനധികൃത നിർമ്മാണവും മറ്റ് ഗുണ്ടാപിരിവുകളും അനധികൃത പണപ്പിരിവുകളും നിർത്തലാക്കുകയെന്നാണ് മേയർ പറഞ്ഞത്. അത് പ്രാവർത്തികമായോ എന്ന് പരിശോധിക്കാനാണ് എത്തിയത്. കച്ചവടക്കാരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. മുമ്പ് ഇവിടെ വിരാജിച്ചിരുന്ന സംഘത്തിന്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിന്റെ ഭരണം. അനധികൃത പണപ്പിരിവ് കോർപ്പറേഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിയമപരമായി കോർപ്പറേഷൻ നൽകേണ്ട പണം മാത്രം നൽകിയാൽ മതി. കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി വഴി നഗരസഭ മുൻ ഭരണസമിതി നടത്തിയത്. ഇവിടെ അശാസ്ത്രീയ നിർമ്മാണമാണ് നടക്കുന്നത്. വെന്റിലേഷൻ പോലും സ്ഥാപിച്ചിട്ടില്ല. 5 പേർ നിന്നാൽ ശ്വാസതടസ്സം ഉണ്ടാകും. കോർപ്പറേഷന് ലഭിക്കേണ്ട കോടികളാണ് ഇതിലൂടെ നഷ്ടമായത്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കെട്ടിടങ്ങൾ കച്ചവടത്തിന് അനുയോജ്യമല്ല. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തും. കുറെ ആളുകൾ അവരുടെ സാമ്രാജ്യമായാണ് മാർക്കറ്റിനെ കണ്ടത്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെ അനധികൃതമായി നിരവധി കെട്ടിടങ്ങൾ പണിതു. ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഓഫീസിൽ ഇരുന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്ന കാലം കഴിഞ്ഞു. ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന പരാതികൾ മനസ്സിലാക്കുക എന്നതാണ് നിലവിലെ ഭരണസമിതിയുടെ തീരുമാനം. ക്രമക്കേടുകൾ കാണിച്ചവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇവിടെ പറയുന്നത് അനാവശ്യമായുള്ള പണപ്പിരിവ് 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള പണപ്പിരിവ് നൽകുന്നുണ്ട് എന്നുള്ള കൃത്യമായ പരാതി ഈ കട ഉടമകൾ നൽകുന്നു, കച്ചവടക്കാർ നൽകുന്നു. അതിന് പിന്നാലെയാണ് മേയർ തന്നെ നേരിട്ടെത്തിയത് പരിശോധിക്കാൻ എത്തുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള സംഘവുമായാണ് എത്തിയത് അദ്ദേഹം. അതായത് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നുപോയ ആ മുറികൾ നോക്കിയാൽ തന്നെ അറിയാം, വളരെ ഇടുങ്ങിയ ശ്വാസം തടസ്സം പോലും ഉണ്ടാക്കുന്ന ഒരു തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് ആളി കത്തുന്ന വിധത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒരു അശാസ്ത്രീയമായിട്ടുള്ള കെട്ടിട നിർമ്മാണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പാളയം മാർക്കറ്റൊക്കെ തന്നെ വലിയ മാർക്കറ്റിംഗ് സാധ്യതയുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. മാത്രമല്ല, പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ മീൻ കച്ചവടം നടത്തുന്ന, വർഷങ്ങളായി അവിടെ മീൻ കച്ചവടം നടത്തുന്ന, മീൻ കച്ചവടം മാത്രമല്ല മറ്റ് കച്ചവടങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളൊക്കെ തന്നെ അടങ്ങിയതാണ് ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള കച്ചവടക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് വി രാജേഷ് അവിടെ എത്തിയത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അതായത് ഈ ഭരണസമിതിയുടെ മുമ്പാകെ നിരവധി പരാതികൾ പാളയം മാർക്കറ്റിൽ നടക്കുന്ന അനധികൃത പണപ്പിരിവുമായി ബന്ധപ്പെട്ടും കച്ചവടക്കാർ തന്നെ പലരെയും സ്വാധീനിച്ച് കടകൾ കൈയടക്കി വച്ചിരിക്കുന്നു. പണിഞ്ഞ കെട്ടിടങ്ങൾ അവർക്ക് ഇഷ്ടത്തിന് വഴിയൊക്കെ കെട്ടിയടച്ച് പുതിയ കടകൾ നിർമ്മിച്ചു എന്നുള്ള പരാതികൾ നിരവധി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഇടപെട്ട് അനധികൃത പിരിവുകൾ നിരോധിക്കുന്നതിന് നോട്ടീസ് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാർഡ് കൗൺസിൽ ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഡെപ്യൂട്ടി മേയറുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഉദ്യോഗസ്ഥർ, എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ള എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റൂമിനകത്തിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഫീൽഡിൽ എന്താണ് നടക്കുന്നത് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്ന് കച്ചവടക്കാർ ഏറ്റവും പീക്ക് ടൈമിൽ തന്നെ എത്തി കച്ചവടക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ, സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ മാലിന്യ പ്രശ്നമൊക്കെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ സന്ദർശനം നടത്തിയതിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നതായിട്ടുള്ള വ്യക്തമായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മെനയാന്ന് നോട്ടീസ് തന്നെ കൊടുത്തത്. ഇനി വരും ബാക്കി കാര്യങ്ങളെല്ലാം മുഴുവൻ പരിശോധിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കും. കാര്യം